السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. اللهم صل وسلم وبارك عليه وعلى آله. يا صاحب الوقت أخطب بكم نيابة عنكم وأضع جبهتي تحت قدميكم. اللهم صل وسلم وبارك عليه وعلى آله. ബഹുമാനികളെ, അഹ്ലുസുന്ന വൽ ജമാഅ അജയ്യമാണ്. സുന്നത്ത് ജമാഅത്തിൻ്റെ വിരോധികൾ അത് ഏത് തരത്തിലുള്ള കക്ഷികളാണെങ്കിലും, യുക്തിവാദികളാണെങ്കിലും, വഹാബികളാണെങ്കിലും, കള്ളത്വരീഖത്തുകാരാണെങ്കിലും അവരുടെ എല്ലാം വാദങ്ങൾ ബാലിശമായിരിക്കും. പ്രാമാണികമായ ചർച്ചയിലേക്ക് കടന്നു വന്നാൽ അത്തരം പ്രാമാണിക ചർച്ചകളെ നേരിടാൻ കഴിയാതെ അവർ നിരായുധരായി പോകും. അങ്ങനെ നിരായുധരായി പോകുമ്പോഴാണ് അവർ കളവ് പറയുന്നത്. ആദർശം കൃത്യമായിട്ട് പറയാൻ ഇല്ലാതെ വരുമ്പോൾ കളവിൽ അവർ അഭയം പ്രാപിക്കുകയാണ്. അതുപോലെ തന്നെയാണ് കുരുവട്ടൂരികൾ. അവരുടെ ഏറ്റവും പിഴച്ച ആശയങ്ങൾ എന്തൊക്കെയാണ് എന്നത് വളരെ കൃത്യമായിട്ട് നമ്മൾ ഓരോന്നോരോന്ന് പറഞ്ഞു. അതിനെല്ലാം ഇമാമുകളുടെ കിതാബുകൾ ഉദ്ധരിച്ച് വളരെ കൃത്യമായിട്ട് നമ്മൾ ഗണ്ണിക്കുകയും ചെയ്തു. എന്നാൽ ആ ഗണ്ണനത്തിന് മുമ്പും പ്രാമാണിക വിശകലനത്തിന് മുമ്പിലും പിടിച്ചു നിൽക്കാൻ കഴിയാതെ പരാജയപ്പെട്ടു പോയ ഈ മൗലവിമാർ അവസാനം എത്തിപ്പെട്ടിരിക്കുന്നത് ബഹുമാനപ്പെട്ട ഷെയ്ഖ് റിഫാഇ റളിയല്ലാഹു അൻഹുവിൻ്റെ സ്ഥാനപ്പേരുമായി ബന്ധപ്പെട്ടതിലാണ്. അവിടെ ഈ മൗലവിമാർ നടത്തുന്ന കളവുകൾ എന്തൊക്കെയാണ്, അവരുടെ നിലപാടുകൾ എന്തൊക്കെയാണ്, ഇമാമുകൾ ആ വിഷയത്തിൽ സ്വീകരിച്ച കാര്യങ്ങൾ എന്താണ് എന്ന് ഇന്ന് ഒരൽപ്പം സംസാരിച്ച് ഇൻഷാ അല്ലാഹ് ഞാൻ അവസാനിപ്പിക്കും. വളരെ വ്യക്തമാണ്. മഹാനായ ഷെയ്ഖ് റിഫാഇ റളിയല്ലാഹു അൻഹു ഔലിയാക്കളിൽ പ്രമുഖനായ മഹാനാണ്. ബഹുമാനപ്പെട്ടവർക്ക് വലിയ സ്ഥാനമുണ്ട്. അവിടുത്തെ സ്ഥാനപ്പേരുകൾ ധാരാളമുണ്ട്. അതിൽപ്പെട്ടതാണ് സുൽത്താനുൽ ആരിഫീൻ. അതോടൊപ്പം അബുൽ ഇൽമൈൻ, അബുൽ ആലമൈൻ എന്നിങ്ങനെയൊക്കെയുള്ള സ്ഥാനപ്പേര് ബഹുമാനപ്പെട്ട റിഫാഇ ഷെയ്ഖ് തങ്ങൾക്കുണ്ട്. ആ സ്ഥാനപ്പേരുകളിൽപ്പെട്ട ഒന്നിനെയും അഹ്ലുസുന്ന വൽ ജമാഅത്ത് ചോദ്യം ചെയ്യുകയോ നിഷേധിക്കുകയോ ചെയ്തിട്ടില്ല. വളരെ വ്യക്തമായി ഞാൻ പറഞ്ഞത് മനസ്സിലാക്കണം. റിഫാഇ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ സ്ഥാനപ്പേര് ഒന്നിനെയും നമ്മൾ ചോദ്യം ചെയ്യുന്നില്ല. അബുൽ ആലമൈൻ എന്ന അവിടുത്തെ ഏറ്റവും മഹത്തായ സ്ഥാനപ്പേരിനെ ഒരാളും ചോദ്യം ചെയ്തിട്ടില്ല. സുന്നത്ത് ജമാഅത്തിൻ്റെ ഒരു ആലിമും ചോദ്യം ചെയ്തിട്ടില്ല, ഒരു മുഅ്മിനും ചോദ്യം ചെയ്തിട്ടില്ല. അവിടത്തേക്ക് ആ സ്ഥാനപ്പേരുണ്ട്. അവിടത്തേക്ക് ഗൗസിയത്തിൻ്റെയും ഖുതുബിയത്തിൻ്റെയും പതാക അവിടുന്ന് വഹിച്ചിട്ടുണ്ട്. അങ്ങനെ തുടങ്ങി ആ അലമൈൻ എന്ന പേര് കിട്ടാനുള്ള കാരണങ്ങൾ ഇമാമുകൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതോടൊപ്പം ബഹുമാനപ്പെട്ടവർക്ക് ശരീഅത്തിൻ്റെയും ത്വരീഖത്തിൻ്റെയും എല്ലാ ഇൽമുകളും ഉണ്ടായിരുന്നു. ലോകത്തുള്ള രണ്ട് ഇൽമുകളാണ്. ഒന്ന് ലോഹിരിയായ ഇൽമ്, അതാണ് ശരീഅത്തിൻ്റെ ഇൽമ്. ഭൗതികമായി നമ്മൾ പഠിക്കുന്ന ഇൽമ് പോലും അത് ഫർള് കിഫായയാണ്. അതൊക്കെ ശരീഅത്തിൻ്റെ ഉലൂമുകളുടെ ഗണത്തിൽ നമുക്ക് പെടുത്താം. മറ്റൊന്നാണ് ത്വരീഖത്തിൻ്റെ ഇൽമ്, അത് ആത്മീയമായ തസവുഫിൻ്റെ ഇൽമ്. ഈ രണ്ട് ഇൽമുകളിൽപ്പെട്ടതാണ് ലോകത്തുള്ള എല്ലാ ഇൽമുകളും. ഈ ഇൽമെല്ലാം ബഹുമാനപ്പെട്ട റിഫാഇ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു ലഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അവിടത്തേക്ക് അബുൽ ഇൽമൈൻ എന്ന പേരും അവിടത്തേക്കുണ്ടായിരുന്നു എന്ന് ഇമാമുകൾ കൃത്യമായിട്ട് വിശദീകരിക്കുന്നുണ്ട്. ഞാനത് ഇൻഷാ അല്ലാഹ് അതിൻ്റെ ഇബാറത്ത് സ്ക്രീനിൽ കാണിച്ചുകൊണ്ട് തന്നെ ഞാൻ വിശദീകരിക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, സുന്നത്ത് ജമാഅത്തിൻ്റെ കൃത്യമായ നിലപാടെന്ന് പറയുന്നത് ഔലിയാക്കളുടെ ഒരു സ്ഥാനത്തെയും നമ്മൾ കുറക്കുന്നില്ല. എന്നാൽ കുരുവട്ടൂരികളോ എങ്ങനെയൊക്കെ ഇമാമുകളെ, എങ്ങനെയൊക്കെ ഔലിയാക്കളെ അവർക്ക് നിന്ദിക്കാൻ കഴിയുമോ ആ വഴിയെല്ലാം അവർ സ്വീകരിച്ചിരിക്കും. ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളുടെ പേരിൽ പറയുന്ന ഇവരുടെ ജൽപ്പനങ്ങൾ നാം പലവരും ചർച്ച ചെയ്തതാണ്. മഹാന്മാരായ ഔലിയാക്കളെ സംബന്ധിച്ച് ഇവർ പറയുന്ന ഏറ്റവും മോശപ്പെട്ട വാക്കുകൾ, കളവുകൾ,
നമ്മൾ പറയുന്നതാണ്. വഫാത്തായി പോയ മഹാന്മാരുടെ പേരിൽ ഇവർ വ്യാജ ക്ലിപ്പുണ്ടാക്കി സമൂഹത്തെ പറ്റിക്കുകയും വഞ്ചിക്കുകയും ചെയ്യുന്നത് നമ്മൾ സംസാരിച്ചതാണ്. CM വലിയുല്ലാഹി തങ്ങളുടെ ദീർഘകാലത്തെ ഖാദിമായിരുന്ന ബഹുമാനപ്പെട്ട യൂസുഫുൽ ജീലാനി വൈലത്തൂര് തങ്ങളുപ്പാപ്പ അവിടുന്ന് ജീവിക്കുന്ന കാലമത്രയും ഈ മഹത്തായ പ്രസ്ഥാനത്തിന് നേതൃത്വം വഹിച്ച് നമ്മുടെ നേതാക്കളുടെ കൂടെ നമ്മുടെ ഏറ്റവും വലിയ ഒരു നേതാവായി ജീവിച്ച് വഫാത്തായി പോയ തങ്ങളുപ്പാപ്പ അവിടുത്തെ മക്കളെപ്പോലും ഈ പ്രസ്ഥാനത്തിൻ്റെ കണ്ണികളാക്കി മാറ്റി അതിനുവേണ്ടി പരിശ്രമിച്ച ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പ അവിടുത്തെ ജീവിതകാലത്തിൽ അവിടെ നിന്ന് എടുത്ത ഈ പ്രസ്ഥാനത്തിൻ്റെ മുഴുവൻ മെമ്പർഷിപ്പും നിധി പോലെ സൂക്ഷിച്ചിരിപ്പുള്ള ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പ, ആ തങ്ങളുപ്പാപ്പ വഫാത്തായപ്പോൾ അവിടുത്തെ ഫോൺ കോളാണെന്ന് പറഞ്ഞ് സുന്നത്തി ജമാഅത്തിൻ്റെ ആലിമീങ്ങൾക്കെതിരെ തങ്ങളുപ്പാപ്പ ഈ നൗഷാദിനെ വിളിച്ചു പറഞ്ഞു എന്ന വ്യാജം പറഞ്ഞ് വ്യാജമായ ക്ലിപ്പുണ്ടാക്കി ഒരുപക്ഷെ നൗഷാദിൻ്റെ പുത്തൻവാദം കാരണമായി അവനെ പ്രസ്ഥാനത്തിൽ നിന്നും പുറത്തെറിയാനുള്ള ശ്രമം നടക്കുമ്പോൾ പല നിലക്കും ഇവനെ ഉപദേശിച്ചു, എല്ലാവരും ഉപദേശിച്ചു, പക്ഷെ സ്വീകരിച്ചില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപദേശിച്ചിട്ട് ആ മുത്തുനബിയുടെ ഉപദേശം കേട്ടിട്ട് പോലും അബൂജഹൽ നന്നായിട്ടില്ലല്ലോ. അപ്പോൾ അതുപോലെ നമ്മുടെ ആലിമീങ്ങൾ സുൽത്താനുൽ ഉലമയും റഈസുൽ ഉലമയും അടക്കമുള്ള നേതാക്കളൊന്നും ഉപദേശിച്ചിട്ട് കേൾക്കാത്ത നൗഷാദ്, ആ നൗഷാദിനെ ഉപദേശിച്ച് നന്നാക്കാൻ തങ്ങളുപ്പാപ്പയും ശ്രമിച്ചിട്ടുണ്ടാകും. അതിൻ്റെ ഭാഗമായിട്ട് ഫോൺ കോൾ ചെയ്തിട്ടുണ്ടാകും. അങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ വിളിച്ചിട്ടുള്ള ഫോൺ കോളുകളുടെ കഷ്ണം എടുത്തുകൊണ്ട് അത് നൗഷാദ് ഈ സുന്നത്തി ജമാഅത്തിൻ്റെ ആലിമീങ്ങൾക്കെതിരെ തങ്ങളുപ്പാപ്പ വിളിച്ചു പറഞ്ഞു എന്ന് പറഞ്ഞ് വ്യാജമായി ഇക്കാലഘട്ടത്തിൽ ഒരു ഫോൺ കോൾ നിർമ്മിക്കാൻ ഒരു പ്രയാസവുമില്ല. അതിനെ സംബന്ധിച്ച് ഞാൻ പറയുന്നുണ്ട്. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും വ്യാജവുമായി വരുന്ന ഈ കുരുവട്ടൂരികൾ മഹാന്മാരായ അയിമ്മത്തിൻ്റെ പേരിലും കളവ് പറയുന്നു, മഹാന്മാരായ സാദാത്തുക്കളുടെ പേരിൽ കളവ് പറയുന്നു, സുന്നത്തി ജമാഅത്തിൻ്റെ പേരിൽ കളവ് പറയുന്നു. ഇവരുടെ ഏറ്റവും വലിയ അടയാളം എന്ന് പറയുന്നത് കളവ് പറയലാണ്. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിന് 2 സ്ഥാനപ്പേരുകളുണ്ടായിരുന്നു, അബുൽ ആലമൈൻ, അബുൽ ഇൽമൈൻ. ഈ 2 സ്ഥാനപ്പേരും ബഹുമാനപ്പെട്ടവർക്കുള്ളതാണ്. എന്നാൽ ഇത് അംഗീകരിക്കാൻ കുരുവട്ടൂരികൾക്കൊരു പ്രയാസം. കാരണം റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മഹത്വം അംഗീകരിക്കാൻ അവർക്ക് കഴിയൂല. അവർക്ക് റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മഹത്വം അംഗീകരിക്കാൻ കഴിയൂല. അബുൽ ആലമൈൻ എന്ന ഒരു പേര് മാത്രമേ ഉള്ളൂ. അബുൽ ഇൽമൈൻ എന്നത് റിഫായി ശൈഖ് തങ്ങൾക്കില്ലേ ഇല്ല. അത് അംഗീകരിക്കാൻ ഇവർക്ക് കഴിയൂല. റിഫായി ശൈഖ് തങ്ങൾക്ക് ഒന്ന് മതി, അതിലപ്പുറം പറ്റൂല എന്നാണ് ഈ മൗലവിമാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ലേ? അതേ സമയത്ത് നമ്മുടെ പേരിൽ ഒരു കളവ് പറയാം. എന്താ നമ്മുടെ പേരിൽ കളവ് പറയുന്നത്? അബുൽ ആലമൈൻ എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട റിഫായി ശൈഖ് തങ്ങളുടെ സ്ഥാനപ്പേരിനെ നമ്മൾ അത് നിഷേധിച്ചു കളഞ്ഞു എന്നാ പറയുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം, എവിടെയെങ്കിലും നമ്മുടെ ഏതെങ്കിലും പണ്ഡിതന്മാർ നമ്മുടെ സുന്നത്തി ജമാഅത്തിൽ വിശ്വസിക്കുന്ന ആരെങ്കിലും പറഞ്ഞോ അബുൽ ആലമീൻ എന്നൊരു പേര് ബഹുമാനപ്പെട്ടവർക്കില്ല എന്നാരെങ്കിലും പറഞ്ഞിരുന്നോ? ഇല്ലല്ലോ. നമ്മൾ പറഞ്ഞത് മഹാനായ റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ അവിടുത്തെ സ്ഥാനമാനങ്ങൾ ഖുതുബിയത്തിൻ്റെയും ഗൗസിയത്തിൻ്റെയും ഒക്കെ സ്ഥാനം ലഭിച്ചതുകൊണ്ട് ബഹുമാനപ്പെട്ടവർക്ക് അബുൽ ആലമീൻ എന്ന പേരുണ്ട്. അതിന് വളരെ വ്യക്തമായി ഇമാം റാഫിഈ റളിയല്ലാഹു അൻഹു അടക്കമുള്ള ഇമാമുകൾ അത് വിശദീകരിച്ചിട്ടുണ്ട്. അതിനെ ഒരാളും നിഷേധിച്ചിട്ടില്ല, അത് ശരിയല്ലെന്ന് ഒരാളും ഇവിടെ പറഞ്ഞിട്ടില്ല. സുന്നത്തി ജമാഅത്ത് അത് സ്ഥാപിക്കുന്നവരാണ്. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം, അത് ഉള്ളതോടുകൂടെ അവിടുത്തെ ഇൽമ പരിഗണിച്ചുകൊണ്ട് അബുൽ ഇൽമൈൻ എന്ന ഒരു പേരും കൂടി ബഹുമാനപ്പെട്ടവർക്കുണ്ടായിരുന്നു എന്നാണ് ഇമാമുകളും മഹാന്മാരായ പണ്ഡിതന്മാരും പറഞ്ഞതനുസരിച്ച് നമ്മൾ പറഞ്ഞത്. അയിമ്മത്തുകൾ അവരുടെ കിതാബുകൾ അത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ആ അയിമ്മത്തിൻ്റെ കിതാബ് പഠിച്ചിട്ടുള്ള പണ്ഡിതന്മാർ അവർ എക്കാലവും അത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ തസവ്വുഫ് സമ്മേളനത്തിൽ മാത്രം കേട്ട ഒരു പേരാണോ അബുൽ ഇൽമൈൻ എന്നുള്ളത്? അല്ല, അത് ഇമാമുകൾ കാലങ്ങൾക്ക് മുമ്പ് അവരുടെ കിതാബിൽ എഴുതി വെച്ചു. ആ കിതാബ് പഠിച്ച ആലിമീങ്ങൾ എവിടെയെല്ലാം ഉണ്ടോ അവരെല്ലാം അത് പറഞ്ഞിട്ടുണ്ട്. ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന ലോകതലത്തിൽ അറിയപ്പെടുന്ന പണ്ഡിതന്മാർ അവരെഴുതിയ കിതാബിൽ തന്നെ അബുൽ ഇൽമൈൻ എന്ന പ്രയോഗമുണ്ട്. നമ്മുടെ തസവ്വുഫ് സമ്മേളനത്തിൽ അത് പറയുന്നതിന് മുമ്പ് നമ്മുടെ കേരളക്കാരായ മലയാളികളായ പണ്ഡിതന്മാർ തന്നെ ആ പ്രയോഗം നടത്തിയിട്ടുണ്ട്. അന്നൊന്നും നൗഷാദും ടീമും ഈ കൊട്ടും കൊരവയുമായി വന്നിട്ടില്ല. പിന്നെ എപ്പോഴാണ് വന്നത്? പിന്നെ വന്നത് നമ്മുടെ ആലിമീങ്ങൾ പറഞ്ഞപ്പോൾ.
അപ്പോൾ വ്യക്തമാണ് ഇത് എന്തല്ല, ഇത് ഇവരുടെ ലക്ഷ്യം ഒരിക്കലും നിസ്വാർത്ഥമല്ല. നമ്മുടെ ഉലമാഇനോടും പ്രസ്ഥാനത്തോടുമുള്ള അവരുടെ അന്ധമായ വിരോധം തീർക്കുന്നതിന് വേണ്ടി അതെന്ത് തന്നെയാണെങ്കിലും അവരത് സ്വീകരിച്ചിരിക്കും. റിഫായി ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിന്റെ സ്ഥാനപ്പേര് നിഷേധിച്ചിട്ടാണെങ്കിലും, റിഫായി ഷെയ്ഖ് തങ്ങൾക്കെതിരെ തിരിഞ്ഞിട്ടാണെങ്കിലും അവർ നമ്മുടെ ഉലമാഇനെതിരെ എങ്ങനെ ആക്രമിക്കാൻ കഴിയുമോ ആ വഴിയൊക്കെ സ്വീകരിച്ചിരിക്കും. അതുകൊണ്ട് ബുദ്ധിയുള്ളവർക്ക് തിരിയാൻ മാത്രം ഇതുണ്ട്. കാരണം നമ്മുടെ കേരളത്തിൽ തന്നെ അബുൽ ഇൽമൈനി എന്ന് നമ്മുടെ തസവൂഫ് സമ്മേളനത്തിൽ പറയുന്നതിന് മുമ്പ് ഇതേ പേര് പറഞ്ഞ ഒരുപാട് ആളുകളുണ്ട്. ഞാനത് ഇൻഷാ അല്ലാഹ് ശേഷം സൗകര്യം പോലെ കേൾപ്പിക്കുന്നുണ്ട്. അന്നൊന്നും ഒരക്ഷരം മിണ്ടാത്ത ഈ മൗലവിമാർ ഇപ്പം കടന്നു വരുന്നതിൻ്റെ കാരണം ഇത് ബഹുമാനപ്പെട്ട റിഫായി ഷെയ്ഖ് തങ്ങൾക്കില്ലാത്തത് കൊണ്ടല്ല, അത് ഇമാമുകൾ പറയാത്തത് കൊണ്ടുമല്ല, നമ്മുടെ ഉലമാഇനോടുള്ള ഒറ്റ വിരോധം മാത്രമാണ്. ഇത് വളരെ വ്യക്തമല്ലേ? അപ്പോൾ ഈ നിലക്ക് ആശയപരമായി തകർന്നടിഞ്ഞ മൗലവിമാർ കഴിഞ്ഞ ദിവസം കൊട്ടപ്പുറത്ത് വന്നുകൊണ്ട് ആകെ ഹാലിളകി. അൻവരി മൗലവിയൊക്കെ കട്ടക്കലിപ്പിലായിരുന്നു. സുബ്ഹാനല്ലാഹ്, അദ്ദേഹമൊക്കെ ദേഷ്യം പിടിച്ചിട്ട് എന്തെല്ലാമാ പറയുന്നത്. നൗഷാദിന് ഒരു നിയന്ത്രണവുമില്ല. കളവും ചീത്തയും ആക്രോശവും ഇതെല്ലാമായിട്ട്